ഹലോ എവരിവൺ, വെൽക്കം ടു XNY USS. അപ്പൊ നമ്മൾ ഒരുപാട് കാത്തിരുന്ന റിസൾട്ട് ആണ് അല്ലെ, നമ്മൾ USSന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ XNYയിലെ നമ്മുടെ ക്ലാസ് 7 സ്റ്റേറ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ റിസൾട്ട്സും കൂടെ ഒന്ന് അനൗൺസ് ചെയ്യാനാണ്. അടിപൊളി റിസൾട്ട്സ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയാം. നമുക്ക് ഈ ഒരു പോസ്റ്റർ ഇവർക്ക് ഓർമ്മ നമ്മൾ 100 ഡേയ്സ് കുറച്ച് മുമ്പായിരുന്നു 100 ഡേയ്സ് നമ്മൾ യൂട്യൂബിലൂടെ ഫ്രീ കോച്ചിങ് കൊടുത്ത നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ടെസ്റ്റുകൾ റിസൾട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് വന്നിട്ടുണ്ടല്ലേ, യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൂടെയും ഒരുപാട് സ്കോർ ചെയ്തിട്ട്. അപ്പൊ അവർക്കുള്ള ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതും കൂടെ നമ്മൾ ജസ്റ്റ് ഇന്നൊന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു വാള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതിൽ ഓരോ വീഡിയോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. നമ്മള് ഫാക്കൽറ്റീസ് ആർ സോ ഹാപ്പി അല്ലെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു അടിപൊളി റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് നമ്മുടെ റിസൾട്ട്സ് ഒക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് റിസൾട്ട് കാണാം. അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ വെറുതെ പ്രാക്ടീസ് ചെയ്യല്ല, നമ്മൾ എന്താണ് ഡെയിലി നമുക്ക് ലൈവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആയിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മൾ എന്നും ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, ടെസ്റ്റുകൾ കൂടെ എഴുതിയാൽ ഇത് പ്രോപ്പർ. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് എഴുതിയുള്ളവർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 10 മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് ചെയ്തവർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ USS കിട്ടാനുള്ള ഒരു എന്തൊരു വൺ ഡേ ഉള്ള ഒരു എന്താണ് മിസ്റ്ററിയോ വണ്ടർ ഒന്നും അല്ല. എന്താണ് അവർ ഇത്രയും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിന്റെ എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളെ റിസൾട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് ആണ്. ഇത്രയും നമുക്ക് നമ്മളെ വാളിൽ തന്നെ നമുക്ക് അത്രയും റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസ് 138 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 120 ആൾക്കാർ 120 പേര് നമ്മുടെ ക്ലാസ് 7 നിന്ന് XNYയുടെ സ്റ്റുഡൻസ് USS എഴുതിയിട്ടുണ്ട് അല്ലെ. അതിൽ തന്നെ 27 ആൾക്കാർ, നമുക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. 27 ആൾക്കാര് ഗിഫ്റ്റഡ് ആയിട്ട് സ്റ്റുഡൻസ്. നമ്മൾ എന്താണ് USS ക്വാളിഫൈ ചെയ്യാൻ മാത്രമല്ല ഗിഫ്റ്റഡ് ആവാനാണ് നമ്മുടെ എല്ലാവരുടെയും. സോ 120 സ്റ്റുഡൻസിന് നമ്മളുടെ USS നേടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ 27 പേര് നമ്മുടെ ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ടോപ്പ് ആയിട്ടുള്ള 40 പേര് 40 പേരാണ്. അപ്പൊ സ്കോർ അനുസരിച്ചല്ല, അവിടെയുള്ള ടോപ്പ് 40 ആൾക്കാരാണ് എടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വീക്ക്ലി, നിങ്ങൾക്ക് ഗിഫ്റ്റഡിന്റെ അറിയാം, വീക്ക്ലി അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് സെഷൻസും കാര്യങ്ങളൊക്കെ. അതൊക്കെ അത്രയും പ്രൗഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സത്യം. സോ നമ്മളുടെ നെക്സ്റ്റ് വൺ നമ്മളുടെ ടോപ്പേഴ്സ്, കേരള ടോപ്പേഴ്സ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. കേരള ടോപ്പേഴ്സ് 89 ഔട്ട് ഓഫ് 90 രണ്ട് സ്റ്റുഡൻസ് ആണ്, ഫാത്തിമ ഹിബ, അഫ്ല എൻസീം. അപ്പൊ ഇവര് രണ്ടുപേരും നമുക്ക് അവരെന്താണ് അവരുടെ റിസൾട്ട് നമുക്ക് ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു നിമിഷമാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ കാണാം. നമ്മൾ പറഞ്ഞു ഓൾറെഡി 27 ആൾക്കാരുണ്ട് ഗിഫ്റ്റഡ്. ഇവരാണ് കുറെ പേര് ചോദിച്ചിരുന്നു ഗിഫ്റ്റഡിന്റെ സ്കോർ എത്രയാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും 64 കിട്ടിയ ആൾക്കുണ്ട്, അതുപോലെ തന്നെ 89 കിട്ടിയ ആൾക്കുണ്ട്. അത് ഓരോ എന്താണ് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് അനുസരിച്ചാണ്, അവിടെയുള്ള ടോപ്പ് 40 അനുസരിച്ചാണ് നമ്മുടെ ഗിഫ്റ്റഡ്. ഇതാണ് നമ്മൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. ഇനി നമുക്ക് ഇതിനേക്കാളും ഏറെ നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മള് മോർ ദൻ 80 കിട്ടിയ 44 സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് 44 സ്റ്റുഡൻസിന് ഇവിടെ കാണാൻ പറ്റും. 90ലാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു 90% മാർക്കാണ്. 81 എന്ന് പറഞ്ഞാൽ 90% ആണ്. അപ്പൊ ഒരു 89-90% എന്ത് ചെയ്തു അവർ ആ എക്സാമിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ഈ കോമ്പറ്റേറ്റീവ് എക്സാം ജസ്റ്റ് പാസ് ആവാനല്ല, നമ്മൾ ആ ടോപ്പ് റാങ്കിലേക്ക് വരാനാണ്. സോ നമുക്ക് ഇത്രയും ഇതിലെല്ലാം എല്ലാവരും ഗിഫ്റ്റഡ് ആവണമെന്നില്ല, അവരുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിനനുസരിച്ചായിരിക്കും. എന്നാലും ഇവരുടെ റിസൾട്ട് എന്താണ്, അടിപൊളി സ്കോർ ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 44 ആൾക്കാര് 80 എബോവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. നമ്മള് എല്ലാ ഫാക്കൽറ്റിയും വളരെ ഹാപ്പിയാണ്. നിങ്ങൾ നമ്മളുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇത്രയും റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ആണ്. ആ വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അവർ ചെയ്ത വർക്കിന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പം അവരെ നമ്മളൊന്ന് ആദരിക്കുകയാണ്, നമുക്ക് നേരിട്ട് ഒന്ന് കാണുകയും വേണം. അതിനായിട്ട് നമ്മൾ 2 സെഷൻസ് ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഫസ്റ്റ് സെഷൻ വരുന്നത് 2025 May 24 ആണ്, അതായത് സാറ്റർഡേ. ഈ വരുന്ന സാറ്റർഡേ ആയിരിക്കും, ശനിയാഴ്ച ആണ്. മലപ്പുറം ജില്ലയിലാണ്, നമ്മുടെ കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവരെ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ USS മാത്രമല്ല, നമുക്ക് ഓൾറെഡി NMMS കഴിഞ്ഞിരുന്നു, അതിന്റെ റിസൾട്ടും കൂടി. കേരള ഫസ്റ്റ് റാങ്ക് നമ്മുടെ സ്റ്റുഡന്റിന്. അടുത്ത വർഷം നിങ്ങൾ ഈ USS ശ്രദ്ധിക്കേണ്ടത്
നേടേണ്ടതാണ്. അവർ റാങ്ക് 1 ആണ് നിങ്ങൾക്ക് നേടേണ്ടത്. സോ അതൊരു മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കും. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഫാക്കൽറ്റീസ് നിങ്ങളെ നേരിട്ട് കാണാൻ വരികയാണ്. നിങ്ങൾക്ക് അവാർഡ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവർക്ക് അടുത്ത കരിയർ അവരുടെ എഴുതാനുള്ള പരീക്ഷകള് കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ പാരന്റ്സിനുള്ള സെഷൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പാരന്റ്സിനും നിങ്ങളുടെ സ്റ്റുഡൻസിനും സെഷൻസ് ഉണ്ട്. അപ്പൊ സ്കൂൾ ടീച്ചേഴ്സ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ പാരന്റ്സ് ആണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനും മക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ പാരന്റ്സിനും അതുപോലെ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് സെഷൻസ്, എന്തൊക്കെയാണ് കുട്ടികൾ ഇനി പഠിക്കേണ്ടത്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ള സെഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന കരിയർ എക്സ്പേർട്സ് നയിക്കുന്ന സെഷൻസ് ആയിരിക്കും. അതുപോലെ ഈ ഡേറ്റിൽ 2 സ്ലോട്ട്സ് ആണ് ഉണ്ടാവുക. ഇത് മലപ്പുറത്തെ കേസാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കാലിക്കറ്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നമ്മൾ റീജിയണൽ സയൻസ് സെന്റർ പ്ലാനറ്റേറിയത്തിൽ വെച്ചിട്ടാണ് നമ്മളെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. മെയ് 25 സൺഡേ, അതായത് ഞായറാഴ്ചയാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഒന്നും കൂടെ കൺഫേം എന്താണ്, നമ്മുടെ മലപ്പുറം ഉള്ളവർക്ക് ഈ വരുന്ന 24 ശനിയാഴ്ച രാവിലെ ഉച്ചയ്ക്കും സ്ലോട്ട് ഉണ്ട്. സ്ലോട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, നിങ്ങളെ കോൾ ചെയ്തിട്ട് അറിയിക്കും ശനിയാഴ്ച. ഇനി ഞായറാഴ്ച വരുന്നത് ഈ മെയ് 25 സൺഡേ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ വെച്ച് അതും നമ്മൾ 2 സ്ലോട്ടുകൾ തന്നെയാണ്. അതും നിങ്ങൾ ഏത് സ്ലോട്ട് ആണെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെഷനും കൂടെയാണ്. നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാം, നമുക്ക് ഒരുപാട് സംശയങ്ങൾ തീർക്കാം. ഇനി എങ്ങോട്ട് പോകണം ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. USS നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. യെസ്, അപ്പൊ USS ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പൊ ഈ ഡേറ്റുകൾ നിങ്ങൾ മറക്കരുത്. മറ്റ് ജില്ലകളിലേക്കുള്ള കുറെ ക്വയറീസ് വന്നിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൺഫേം ആവുന്ന നമ്മൾ ഈ ചാനലിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഒരിക്കലും എൻഡിങ് അല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇനി ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് തന്നെ വരാനുണ്ട്. ഒളിമ്പ്യാഡ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒളിമ്പ്യാഡ് ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് ഇനി വരാനുള്ളതാണ്. ഈ ഒരു എക്സാംസ് മാത്രമല്ല, നമുക്ക് ഇനിയും എന്തുണ്ട്, ഇനിയും ഒരുപാട് എക്സാംസ് ഇവിടെ കാണാൻ പറ്റുന്ന എക്സാംസ്, ഒരു ചുരുക്കം എക്സാംസ് ആണ് നമ്മൾ ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ എക്സാംസിനൊക്കെ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ X&Y ഫൗണ്ടേഷൻ കോഴ്സ് ഒരുക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് ഒരു 90% റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ പഠിച്ചു. അതായത് ഫൗണ്ടേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, എല്ലാ പരീക്ഷകൾക്കും പറ്റുന്ന ബേസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അല്ല നമ്മുടെ ഒരു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഒരു ട്യൂഷൻ പോലെ പഠിപ്പിക്കല്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ഇല്ലാതെ നല്ല ടെസ്റ്റുകൾ എന്ത് ചെയ്യാൻ, ഇത്രയും റിസൾട്ട് ചെയ്യാനോ. അപ്പൊ നമ്മൾ ആ ബേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആ എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നോക്കി കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള. സോ അതാണ് നമ്മുടെ X&Y ഫൗണ്ടേഷനിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് എക്സാംസ് നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം, JEE ഉണ്ട്, നീറ്റ് ഉണ്ട് പോലെ പരീക്ഷകൾ. അപ്പൊ ഈ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്ത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചവരാണ് നമ്മുടെ ഫുൾ ഫാക്കൽറ്റി ടീം. നമ്മളെ ഫുൾ ടീം ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസും കവർ ചെയ്തവരാണ്. അതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു ഫോർമാറ്റ് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പൊ ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ജനറലി നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയല്ല അല്ലെ, നമ്മൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്ത് അതിന് നമ്മൾ പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്ത് പിന്നെ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സെർട്ടൻ നമ്മൾ എമൗണ്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ടേമും കാര്യങ്ങളൊക്കെ വന്നു. അതായത് നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിലെ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ഓരോ കോൺസെപ്റ്റ് ബൈ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ പാരന്റ്സിന്റെ വലിയ കൺസേൺ എന്താ, ഈ ഓൺലൈൻ എങ്ങനെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അല്ലെ. സോ അതിന് നമുക്ക് ഓരോ സ്റ്റുഡന്റിനും മെന്റേഴ്സ് ഉണ്ടാവും. സോ മെന്റേഴ്സ് പ്രോപ്പർ ആയിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും, നിങ്ങളുടെ ക്ലാസ്സസ് എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ നമ്മളെ വർക്ക് ബുക്കിന്റെ കേസ് ആണെങ്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ്. ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. മുഴുവൻ ഡീറ്റെയിൽസിന് വരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. അപ്പോൾ നമ്മൾ വൺസ് മോർ നമ്മുടെ USS എഴുതി കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഒന്നുകൂടെ അല്ലേ. നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളെ ഇത് നമ്മളെ സ്റ്റുഡൻസിന്റെ കേസ് മാത്രമാണ്, ഇത് കൂടാതെ തന്നെ ഒരുപാട് യൂട്യൂബില് കവർ ചെയ്ത റിസൾട്ട് വന്നിട്ട് സാറിനെ കുറെ പേര് വിളിച്ചിരുന്നു അല്ലേ. അതായത് നമ്മളുടെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാവർക്കും ഒന്നുകൂടെ കൺഗ്രാറ്റ്സ് അഗെയിൻ. ആൻഡ് നമ്മളുടെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട്, നിങ്ങൾ സ്കൂൾസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ്. സോ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് രജിസ്ട്രേഷന്റെ ലിങ്ക് നമ്മുടെ USS MMS മീറ്റിന്റെ ലിങ്ക് അതും താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.